بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه حدثنا إبراهيم بن حمزة قال حدثنا إبراهيم بن سعد عن صالح عن ابن شهاب عن عبيد الله بن عبد الله أن عبد الله بن عباس رضي الله عنهما وعنهم أخبره قال أخبرني أبو سفيان أن هرقل قال له سألتك هل يزيدون أم ينقصون فزعمت أنهم يزيدون وكذلك الإيمان حتى يتم وسألتك هل يرتد أحد سخطة لديني بعد أن يدخل فيه فزعمت ألا وكذلك الإيمان حين تخالط بشاشته القلوب لا يسقطه أحد. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അവരുടെ ചില ഇടപെടലുകൾ ഈ ലോകത്തിൽ നിന്ന് ബിദ്അത്തുകളെ പാട് അതിൻ്റെ കുറ്റിയടക്കം പറിച്ചെറിഞ്ഞ് നശിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുമ്പ് നാം പറഞ്ഞ മുർജിയത്തിൻ്റെ വാദം. അത് ഇന്ന് അങ്ങനെ വാദിക്കുന്ന ഒരാൾ തന്നെ ഇല്ല എന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ പറഞ്ഞു. അത്രത്തോളം അതിനെ ഇല്ലാതെയാക്കി കളഞ്ഞു. അതുപോലെ ഒരു വലിയ വിപത്താണ് ഈമാനും ഇസ്ലാമും രണ്ടാണ് എന്ന് പറയാം. എന്നിട്ട് ചില ആൾക്കാർ മുസ്ലിമാണ്, ചില ആൾക്കാർ മുസ്ലിമാൻ മൂമിനാണ് ഓ മുസ്ലിമല്ല, ചില ആൾക്കാർ മുസ്ലിമാണ് ഓ മൂമിനല്ല, ചില ആൾക്കാർ മൂമിനാണ് മുസ്ലിമല്ല ഓ മൂമിനും മുസ്ലിമുമാണ് എന്ന് ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗം ഇന്നും തല പുകഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ സമസ്ത പണ്ഡിതന്മാർ അതിനെയും അടിച്ച് വിമർശിച്ച് ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ചർച്ചയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബാബു സുആലി ജിബ്രീല അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഈമാനി വൽ ഇസ്ലാമി വൽ ഇഹ്സാനി വ ഇൽമി സ്സാഅ വ ബയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇമാം ബുഖാരി അവിടെ ഫജഅല ദാലിക കുല്ലഹു ദീനാ. അതിലുള്ള ഹദീസ് പറഞ്ഞതിന് ശേഷം ഇമാം ബുഖാരി പറഞ്ഞു ജഅല ദാലിക കുല്ലഹു മിനൽ ഈമാൻ. അല്ല നമ്മൾ ഇന്നലെ ഓതിപ്പോന്നതാണ് വിശദമായിട്ട്. അപ്പോൾ ഈമാനും ഇസ്ലാമും ഒന്നാണ് എന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ എല്ലാത്തവരും അഹ്ലു കിതാബികളും ഉപയോഗിച്ച് പോന്നിരുന്ന പ്രയോഗമാണത്. അത് ലോകത്ത് അംഗീകരിച്ചൊരു വിഷയമാണ്. ഈമാനും ഇസ്ലാമും ഒന്നാണെന്നുള്ളത് എന്ന് സ്വീകരിക്കാൻ വേണ്ടി ഒരു ബാബ്, നേരത്തെ ബാബിൻ്റെ ഫസിലിൻ്റെ സ്ഥാനത്തുള്ള ബാബ്. നേരത്തെ ബാബിട്ട് എന്തിനാണ്? തൊട്ട് മുമ്പത്തെ ബാബിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോവലിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ഈമാൻ എന്താന്ന് പറയണ്ടേ, അത് പഠിപ്പിക്കാൻ ബാബിട്ടു. അതിൻ്റെ അടിയിൽ ഇതും കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈമാനും ഇസ്ലാമും ഒന്നിനിട്ട് രണ്ടല്ല. അപ്പോൾ മുസ്ലിമായ ഒരാളെപ്പറ്റി ഓ മൂമിനല്ല എന്നോ മൂമിനായ ഒരാളെപ്പറ്റി മുസ്ലിം അല്ല എന്നോ പറയാൻ പറ്റുമോ? രണ്ടുമാണ്. അതിനാണ് ഈ ബാബ് കൊണ്ടുവരുന്നത്. ഈ ബാബിലുള്ള റാവികൾ 6 ആളാണുള്ളത്. ഒന്ന് ഇബ്രാഹിം ബിൻ ഹംസ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടി ആണ് ഇബ്രാഹിം ബിൻ ഹംസ എന്നവർ. ഖുറശിയാണ്, അസദിയാണ്, മദനിയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയുമാണ്. റവാ അൻ ജമാഅത്തിൻ മിനൽ കിബാർ
വലിയവരായ വലിയ വലിയ ആളുകളെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം അബൂദാവൂദ് അതുപോലെയുള്ള ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നസായിമാർ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നസായി അവരെ നേരിട്ട് കേട്ടിട്ടില്ല. നസായിയുടെയും ഇബ്രാഹിം ബിൻ ഹംസയുടെയും ഇടയിൽ വേറൊരു ഉസ്താദുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് ത്വബഖാത്തിൽ പറഞ്ഞിട്ട് സിഖത്തുൻ സ്വദൂഖുൻ. അവരുടെ വഫാത്തുള്ളത് മദീനയിൽ വെച്ച് 236 രണ്ടാമത്തെ നമ്മുടെ റാവി ഇബ്രാഹിം ബിൻ സഅദ് എന്നവരാണ്. ഇബ്രാഹിം ബിൻ സഅദ് ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിൻ്റെ കുട്ടിയാണിത് ഇബ്രാഹിം എന്നവർ. പിന്നെ ഖുറൈശിയാണ്, മദിയാണ്, പറയാനില്ല. അബ്ദുറഹ്മാൻ ഔഫിൻ്റെ പേരക്കുട്ടിൻ്റെ കുട്ടിയല്ലേ. അവരെ പറ്റി മുമ്പ് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. മൂന്നാമത്തെ ആള് സ്വാലിഹ് ഇബ്നു കൈസാർ അൽ ഗിഫാരി അൽ മദനി. അവരെ സംബന്ധിച്ച് ചർച്ച മുമ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. മൂന്നാമത്തത് മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ഇബ്നു ശിഹാബ് എന്ന് പറയുന്ന ഇമാം സുഹ്രി. നാലാമത്തത് ഉബൈദില്ലാഹി ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഇബ്നു ഉത്ബത്ത് ബിൻ മസ്ഊദ്. ഉത്ബത്ത് ബിൻ മസ്ഊദ് എന്നവരുടെ മകനായ അബ്ദുള്ള എന്നവരുടെ മകനായ ഉബൈദുല്ലാ അഹദുൽ ഫുഖഹാഇ സബ്അത്ത് ബിൽ മദീന. മദീനയിലെ കാര്യമായ 7 ഫുഖഹായിൽപ്പെട്ടവർ. അവരെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുമ്പ് വിശദമായി നാം ചെയ്തിട്ടുണ്ട്. ആറാമത്തത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരാണ് സ്വഹാബി. അവരാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അവരെല്ലാവരും അംഗീകരിച്ചൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ല എന്ന മദീനയിലെ ഫുഖഹാഉ സബ്അയിൽപ്പെട്ട നേതാവിനോട് പറഞ്ഞു കൊടുത്തു. ഖാല, അതായത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അഖ്ബറനി അബൂ സുഫിയാന റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തന്നു. എന്താ? അന്ന ഹിറഖിൽ രാജാവ് ഖാല പറഞ്ഞു ലഹു അബൂ സുഫിയാനോട്, സഅൽതുക ഹൽ യസീദൂന അം യൻഖുസൂൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മുമ്പ് നാം ഓതി പോകുന്ന ഹദീസാണിത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരോട് അംഗീകരിച്ച വിശ്വസിച്ചതായ ആളുകൾ കൂടുതലായി വരികയാണോ അവർ കുറയുകയാണോ? ഫസഅംത, അപ്പോൾ നീ വാദിച്ചു, അന്നഹും യസീദൂൻ, അവർ ഏറുകയാണ് എന്ന്. വകദാലിക്കൽ ഈമാനു ഹത്താ യതിമ്മ, അങ്ങനെ തന്നെയാണ് ഈമാൻ. അത് പൂർത്തിയാകുന്നത് വരേക്കും കൂടി 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 ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് പൂർണ്ണമാകും അതോടെ ലോകത്ത്. അല്യവും അക്മൽത്തും എന്ന് പറയേണ്ട അവസ്ഥ എത്തും. അക്മൽത്തുലക്കും ദീനക്കും ഇറങ്ങുന്നത് വരേക്കും അതങ്ങനെ കൂടി കൂടി വന്നു. പിന്നെ കമാലിലേശം പിന്നെ പിന്നെ വർദ്ധിച്ച് 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 വരും തന്നെ. പിന്നെ താഴ്ച ഉണ്ടാവില്ല. വസഅൽതുക ഹൽ യർതദ്ദു അഹദുൻ സഖ്തതൻ ലിദീനിഹി. കണ്ടോ? ഹൽ യർതദ്ദു അഹദുൻ, ആരെങ്കിലും മുർത്തദ്ദായി വരുന്നുണ്ടോ? സഖ്തതൻ ലിദീനിഹി, അവരുടെ കർമ്മങ്ങളോട് എതിരായിട്ട് ദേഷ്യം പിടിച്ചിട്ട്. അവരുടെ ദീൻ, അവരുടെ നിയമങ്ങൾ, ആ നിയമങ്ങളോട് എതിരായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? അവരുടെ ദീനിൽ കടന്നതിൻ്റെ ശേഷം. അപ്പോൾ നീ വാദിച്ചു, അല്ല, അതേ കാര്യം, അങ്ങനെ സംഭവമില്ല. ആരും ദേഷ്യം പിടിച്ച് പിന്മാറി മുർത്തദ്ദായി പോരുന്നില്ല. അവിടെ ദീനെന്ന് ഉപയോഗിച്ച് അതിനെപ്പറ്റിയാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. വകദാലിക്കൽ ഈമാനോ, അങ്ങനെ തന്നെയാണ് ഈമാൻ. ഹീന തുഖാലിതു ബശാശതുഹു, അതിൻ്റെ പ്രകാശം കൂടിക്കലരുമ്പോൾ, അൽ ഖുലൂബ, ഹൃദയത്തിനോട്, ലാ യസ്ഖതുഹു അഹദുൻ, അതിനോട് ഒരാളും തന്നെ ദേഷ്യം പിടിക്കൂല. ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്നത് കൊണ്ട് പലരും ചോദിക്കലുണ്ട്, ഇത് ഹിറക്കിൽ പറഞ്ഞതല്ലേ? അക്കദാലിക്കൽ ഈമാനു, ദീനെ പറ്റി ഇതെങ്ങനെ നമുക്ക് തെളിവാകുക? ഖുർആനും ഹദീസും അല്ലേ തെളിവാകുള്ളൂ. ഖുർആനും ഹദീസും അല്ലല്ലോ. ഹിറക്കിൽ അബൂ സുഫിയാനോട് പറഞ്ഞൊരു സംഭവം, അത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കല്ലേ? ഇതിലൂടെ ദീനിൻ്റെ കാര്യവിടെ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇത് മുൻകഴിഞ്ഞ് പോയ
വേദഗ്രന്ഥങ്ങളിൽ കൊണ്ട് അറിയുന്ന ഹിറക്കില് അത് എടുത്ത് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. അവരുടെ വേദങ്ങളിലുള്ളത് നമ്മുടെ ദീനിൽ നസ്ഖ് ചെയ്യാത്ത കാലത്തോളം അത് നമുക്ക് ദീൻ തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ, അവരത് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അല്ലാഹുമ്മ അല്ലിമുൽ ഖുർആൻ റസൂലുള്ളാഹി ദുആന്ന് കൊടുത്ത ഇബ്നു അബ്ബാസിന് ഉദ്ധരിച്ചു കൊടുക്കുന്നത്, ഇബ്നു അബ്ബാസ് ശേഷമുള്ളവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഇതിൽ കഥൊന്നും ഇല്ല കേട്ടോ, ഇത് അള്ളാഹും റസൂലും പറഞ്ഞതല്ല കേട്ടോ, ഇത് നിങ്ങൾ ഉദ്ധരിക്കണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഉദ്ധരിച്ച് പോവുക തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അത് നമ്മുടെ ഉസൂലിന് എതിരല്ല. ഈ സംഭവം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമ പലപ്പോഴും ഉദ്ധരിക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔസാഫുകളും കാര്യങ്ങളും ഉദ്ധരിക്കുന്നിടത്ത് അത് പണ്ട് മുതലേ ഉള്ളൊരു ഉസൂലാണ് എന്ന നിലക്ക് ഇതിൻ്റെ പല കാര്യങ്ങളും ഉദ്ധരിക്കലുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഉദ്ധരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഹദീസ്, പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ, ഇത് രണ്ടുമല്ലാത്ത ഇത് അഹ്ലു കിതാബികളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുകയും നമ്മുടെ ദീനിൽ അതിന് എതിരായ ഒന്നും വരാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് തെളിവാണ്, അത് ഉദ്ധരിക്കപ്പെടാം. ബാബു ഫളി മനിസ്തബ്റഅ ലിദീനിഹി വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമിഹി. ഹദ്ദസനാ അബൂ നുഐം ഖാല ഹദ്ദസനാ സകരിയ്യാ അൻ ആമിർ ഖാല സമിഅതു النعمان بن بشير يقول سمعت رسول الله صلى الله عليه وسلم يقول الحلال بين والحرام بين وبينهما مشبهات لا يعلمها كثير من الناس فمن اتقى الشبهات فقد استبرأ لعرضه ودينه ومن وقع في الشبهات كراع يرعى حول الحمى يوشك أن يواقعه ألا وإن لكل ملك حمى ألا وإن حمى الله في أرضه محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ മുമ്പത്തതിലെ അമല് നഷ്ടപ്പെട്ടു പോകണം എന്നതിനെ സംബന്ധിച്ചും അവൻ്റെ ഈമാൻ നീങ്ങിപ്പോവലിനെയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈമാൻ എന്താണ് എന്ന് പറഞ്ഞു തന്നു. അത് പറഞ്ഞതിൻ്റെ ശേഷം ഇമാം ബുഖാരി പറയാണ് ഈമാൻ നീങ്ങിപ്പോകുന്ന കാര്യം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരികയാണ്. വളരെ ചിന്തിച്ചാൽ വല്ലാത്തൊരു ബാബുകളാണ് ഈ ബാബ്, കഴിഞ്ഞു പോകുന്ന ബാബുകൾ. കാരണം എന്താ, ആദ്യം തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അവനറിയാതെ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ഈമാൻ നീങ്ങളെ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈമാൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇമാം ബുഖാരി പറയാണ് ഈമാൻ നീങ്ങിപ്പോകുന്നത് സൂക്ഷിക്കണമെങ്കിൽ ആ ഈമാൻ നീങ്ങിപ്പോകുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ. എങ്ങനെയാണ് ഈമാൻ നീങ്ങിപ്പോകൽ? വളരെ ശ്രദ്ധിക്കേണ്ട ബാബാണിത്. ഇമാം ബുഖാരിയുടെ ഒരു തദ്ഖീഖാണ് ഇവിടെ. അതാ ഇമാം ബുഖാരി ബാബുടാണ്. ബാബു ഫളി മൻ, ഒരാളുടെ പ്രത്യേകതയെ പറയുന്ന ബാബാണ്. ഇസ്തബ്റഅ, അവൻ ഒഴിഞ്ഞു നിന്നു. ഒഴിവാവലിനെ തേടിയാൽ ഞാൻ പ്രദേശമുള്ള ഒഴിഞ്ഞു നിന്നു. ഒഴിവാക്കി. എന്തിനൊഴിവാക്കി? പറ്റാത്ത ചില കാര്യങ്ങളെ. പറ്റുന്നതാണ് ശറയിൽ, അത് ഹറാമല്ല. ശറയിൽ ഹറാമാക്കാത്ത ചില കാര്യങ്ങൾ
അതിനെ അവൻ ഒഴിവാക്കി അതിനെ തൊട്ട് മാറി നിന്നു. എന്തിനു വേണ്ടി? ലിദീനിഹി, അവൻ്റെ ഈമാൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. അവൻ്റെ ഈമാൻ പോവരുത്. ദീനോ ഈമാനും ഒന്നാണ്. അപ്പം അവൻ്റെ ഈമാൻ പോവാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളെ തൊട്ട് മാറി നിന്നു. ആ മാറി നിൽക്കേണ്ട കാര്യങ്ങൾ ഹറാമല്ല. അത് ഹറാമല്ലാത്ത ചില കാര്യങ്ങളെ തൊട്ട് ഒരു മൂമിൻ മാറി നിൽക്കേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. എന്നെങ്കിലേ ഈമാൻ സലാമത്താവുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ബാബാണ്. തസവൂഫിൻ്റെ അയിമ്മത്ത് പറഞ്ഞതിനേക്കാളും കുറച്ച് കടന്നാണ് ഇമാം ബുഖാരി ഇവിടെ പറയുന്നത്. ചില മുബാഹുകളാണ്. ആ മുബാഹ് ചെയ്യുന്നതിനേക്ക് ലാഹിറു ശരീഅത്ത് കൊണ്ട് നോക്കുമ്പോൾ തെറ്റുണ്ടാവില്ല. അല്ലെങ്കിൽ ചില കറാഹത്തുകളാണ്. ആ കറാഹത്തുകൾ ശിക്ഷ ഇല്ലാത്തതാണ് ചെയ്തിക്കുകയാണെങ്കിൽ. എന്നാലും അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചെറുതാക്കി അത് ചെയ്തിക്കുകയാണെങ്കിൽ അവൻ്റെ ദീന് നഷ്ടപ്പെടാൻ കാര്യമാകും വരും, ഈമാൻ നീങ്ങാൻ കാരണമായി വരും. അത് പേടിച്ചിട്ട് അവൻ ആ കറാഹത്ത് ചെയ്യരുത്. ചില മുബാഹുകൾ ഖസത്ത് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ദീന് ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതാ ബാബു ഫളിലിമൻ, ഒരുത്തൻ്റെ ഫളിലിനെ പറയുന്ന ബാബാണ്. നിങ്ങൾ ഒരുത്തരാണ് ഇസ്തബ്ര, അവൻ ബറാത്തിനെ തേടി മാറി നിന്നു. എന്തിനെ തൊട്ട്? അത് പറയാൻ പോകുന്നുണ്ട്. ഹദീസ് ഹദീസ് കിട്ടും. ചില കാര്യങ്ങളെ തൊട്ട് അത് ഹറാമല്ല, അത് വ്യക്തമായ ഹലാലുമല്ല. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ചില കാര്യങ്ങൾ. എന്തിനു വേണ്ടി? ദീനിഹി, അവൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി. വരെ ഹദീസിൽ വരാൻ പോകുന്നുണ്ട്. വഇർളിഹി, അവൻ്റെ അഭിമാനത്തെയും കാക്കാൻ വേണ്ടി. അത് വലിയ ഫളിലുള്ള കാര്യമാണ് എന്ന് വിശദീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ തോന്നിപ്പോവും ഫളില് എന്ന് പറയുമ്പം ബാബില് അതിനേക്ക് അങ്ങനെ ചെയ്യുവാനൊക്കെ കുറേ പോരിശകൾ പറയും, കുറേ സവാബ് പറയും എന്നല്ല, അങ്ങനെ മാറി നിൽക്കണം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓനാണ് ഈമാൻ കാത്തവൻ എന്നാണ് ഹദീസ്. അതന്നെയാണ് അവൻ്റെ ഫളില്. ആ ചില കാര്യങ്ങളെ ഒഴിവാക്കിയവൻ അവൻ ഈമാൻ കാത്തവനായി എന്നുള്ളതാണ് അവൻ്റെ ഫളില്. وبه قال الإمام البخاري حدثنا أبو نعيم قال حدثنا زكريا. സനദ് നാം വായിച്ചു, ഹദീസ് വായിച്ചു. ഈ ഹദീസിൽ ആകെ 4 റാവികളാണുള്ളത്. ഒന്ന് അബൂ നുഐം എന്നവർ, അൽ ഫള് ഇബ്നു ദുക്കൈൻ, ഫള് ഇബ്നു ദുക്കൈൻ എന്നവരാണ്. ഫള് ഇബ്നു ദുക്കൈൻ, അവരുടെ പേരുള്ളത് അംർ ഇബ്നു ഹമ്മാദ് എന്ന ഒരു ഖുറൈശിയാണ്, തൈമിയാണ്. അവര് വലിയ പ്രസിദ്ധിയാർജിച്ചവരാണ്. സഹാബത്തിൻ്റെ അഅ്മശ് റളിയല്ലാഹു അൻഹു പറയുന്നവരാണ്. വകല്ലമൻ യുശാരികുഹു ഫീ കസ്റത്തി ശുയൂഖ്, മഹാനായ നമ്മുടെ റാവി അബൂ നുഐം ഇബ്നു ദുക്കൈൻ, അവരുടെ അത്ര മഹാന്മാരായ മശായിഖന്മാരുള്ള വേറെ ആളുകൾ വളരെ കുറവാണ്. ബുഖാരിനെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ ബുഖാരിൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മശായിഖന്മാരുള്ളവർ അവരാണ്. അവരെ തൊട്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ധാരാളം ആളുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ നുഐം എന്നവർ പറയാണ്, നമ്മുടെ ഈ റാവി ഷാറക്തു സൗരിയ ഫി 40 ശൈഖൻ ഔ 50 ശൈഖാ, സൗരിയും ഞാനും എന്നേക്കാളും കുറച്ച് മുകളിലാണ് സുഫിയാൻ സൗരി. എന്നാൽ ഞാൻ സൗരിയുടെ ശൈഖന്മാരിൽ നിന്ന് 40-50 ശൈഖന്മാരോട് ഞാൻ കൂറായിട്ടുണ്ട്. ഞങ്ങൾ ശരീക്കന്മാരാണ്. 50-40 ശൈഖന്മാരൊക്കെ ഹദീസ് പിടിക്കുന്നത് സൗരി ഞാനും ശരീക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അവരെ ഈ നുഐം എന്നവരെ അബൂ നുഐം എന്നവരെ സംബന്ധിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. അവർ മഹാനാണ് എന്നുള്ള ഇത്തിഫാക്കുള്ള കാര്യമാണ്. അതുപോലെ അവർ ഹാഫിളാണ്, ഇത്ഖാനുള്ളവരാണ് എന്നുള്ളതിലും അവരെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായം അവർക്കില്ല, ആർക്കുമില്ല. മഹാനവർകൾ പറയലുണ്ട്, അബൂ നുഐം പറയലുണ്ട്, അദ്റക്തു സമാനുമിഅത്തി ശൈഖിൻ, ഞാൻ 800 ശൈഖന്മാരെ കണ്ടിട്ടുണ്ട്. 800 ശൈഖ്. മിൻഹും അവരിൽപ്പെട്ടവരാൻ അൽ അഅ്മശു ഫമന്ദൂനഹു, ഇമാം അഅ്മശും അടുത്തായുള്ളവരുമെല്ലാം. ഫമാ റഅയ്തു അഹദൻ യഖൂലു ബിഖൽഖിൽ ഖുർആൻ, ഖൽഖുൽ ഖുർആൻ കൊണ്ട് പറയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. വമാ തകല്ലമ അഹദും ബിഹാദാ ഇല്ലാ റുമിയ ബിസന്ദഖ, പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് ആര് പറഞ്ഞോ പിന്നീട് അവരെല്ലാം നിരീശ്വരവാദം കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവരും നിരീശ്വരവാദങ്ങളിലേക്ക് നീങ്ങപ്പെട്ടവരുമാണ്. വറവൽ ബുഖാരി അൻഹു ബിഗൈരി വാസിത, അബൂ നുഐം എന്നവരെ തൊട്ട് ഇമാം ബുഖാരി വാസിത ഇല്ലാതെ റിവായത്ത് ചെയ്തിട്ടുള്ളത്. വ മുസ്ലിമും വ തുർമുദിയും വ നസായി ഇബ്നു മാജ, ഈ മുസ്ലിം റളിയല്ലാഹു അൻഹു, തുർമുദി, നസായി, ഇബ്നു മാജ തൊട്ടല്ല മറ്റൊരാൾ മുഖേനയുമാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അവിടെ ജനനമുള്ളത് 130-ലാണ്, അവിടെ വഫാത്തുള്ളത് 219-ലാണ്, അല്ല 10 മിനിറ്റിലാണെന്ന് അഭിപ്രായമുണ്ട് കൂഫയിൽ വെച്ച്. രണ്ടാമത്തെ റാവി സക്കരിയ ബിനു അബീ സായിദ എന്ന് പറയുന്ന മഹാനാണ്. സക്കരിയ ബിനു അബീ സായിദ എന്നവരാണ് അവിടെ പേര് ഖാലിദ് ബിൻ മൈമൂൻ എന്നാണ്. അൽ ഹമദാനിയോ അൽ കോഫിയോ സമിയ ജംഅൻ മിനത് താബിഈന മിൻഹും അശ്ശഅബി വസ്സബീഇ, താബിഈങ്ങളിൽ നിന്നുള്ള നല്ലൊരു വിഭാഗത്തെ അവർ കേട്ടിട്ടുണ്ട്. അവരെ ശിഷ്യന്മാരായിട്ട് ഇമാം സുഫിയാൻ സൗരി ഉണ്ട്, ശുഅബ ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. അവിടെ വഫാത്തുള്ളത് സനത്ത് 70 ഔ 49 147 അല്ലെങ്കിൽ 49. ബഹുമാനപ്പെട്ട ഇമാം നസായി പ്രത്യേകം അവരെ സംബന്ധിച്ച് സിഖത്തുൻ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ സനദിലെ 4ാമത്തെ റാവി ആമിർ എന്നുള്ളവരാകുന്നു. അൻ ആമിറിന് ഷഅബിനെ പറ്റിയാണ് ആമിർ എന്ന് പറയുന്നത്. ഇവരുടെ ചരിത്രം മുമ്പ് വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. 4ാമത്തെ ആൾ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഇബ്നു സഅദ് ഇബ്നു സഅലബത്ത് ഇബ്നു ഖല്ലാസിൻ അൽ അൻസാരിയോ അൽ ഖസ്റജിയോ, അവരാണ് നുഅ്മാനുടെ പിതാവ് ബഷീർ, അവരുടെ ഉമ്മ അംറ ബിൻത് റവാഹ, ഉഖ്തു അബ്ദുല്ലാഹി ബിൻ റവാഹ. അബ്ദുല്ലാഹി ബിൻ റവാഹ മൂത്തത്തെ യുദ്ധത്തിൽ ഷഹീദായ അവിടുത്തെ ക്യാപ്റ്റന്മാരിൽപ്പെട്ട ഒരാളാണല്ലോ അബ്ദുല്ലാഹി ബിൻ റവാഹ. മൂത്തത്തെ യുദ്ധത്തിൽ ഷഹീദായ, 3ാമതായി ഷഹീദായ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ. ധാരാളം ബെയ്ത്തുകളും ധാരാളം ബെയ്ത്ത് ചൊല്ലിയവരാണ്, ഖസീദകൾ ചൊല്ലിയവരാണ്, നിമിഷ കവിയാണ്. ആ അബ്ദുല്ലാഹി ബിൻ റവാഹ വല്ലാതെ അറിയപ്പെട്ട സ്വഹാബിയാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ നിലവാരമുള്ളവരാണ്. അവരുടെ പെങ്ങളായ അംറ എന്നവരാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അവരെ ജനിക്കുന്നത് റസൂലുള്ളാഹി ഹിജ്റ വന്നു 14ാമത്തെ മാസമാണ്. ഒരു കൊല്ലം 2 മാസം കഴിഞ്ഞ ശേഷം. വഹുവ അവ്വലു മൗലൂദിൻ ഉലിദ ലിൽ അൻസാരി ബഅദൽ ഹിജ്റ, ഹിജ്റന്റെ ശേഷം അൻസാറുകൾക്ക് ജനിച്ച കുട്ടിയിൽ നിന്ന് ആദ്യത്തെ കുട്ടിയാണ് നുഅ്മാൻ ഇബ്നു ബശീർ. അതുപോലെ മുഹാജിറുകൾക്ക് ആദ്യമായി ജനിച്ച കുട്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആകുന്നു. രണ്ടാളും ഒരേ വർഷത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയലുണ്ട് ഹുവ അക്ബറു മിന്നി, എന്നാലും മാസങ്ങൾക്ക് മൂത്തത് നുഅ്മാൻ ഇബ്നു ബശീർ ആണെന്ന് പറയലുണ്ട്. രണ്ടാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 8 വയസ്സേ ആയിട്ടുള്ളൂ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിനിക്ക് അവിടെ വലിയ ചരിത്രം ഉണ്ടല്ലോ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജനനത്തോടനുബന്ധിച്ച് മുമ്പ് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്.
മദീനയിൽ നിന്ന് ഹിജ്റ വന്ന ആർക്കും കുട്ടികളുണ്ടായിട്ടില്ല. ഹിജ്റ റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പലരും ഹിജ്റ വന്നിട്ടുണ്ട്. പക്ഷെ ആർക്കും കുട്ടികളുണ്ടാകുന്നില്ല. അവൻ പറഞ്ഞു, ജൂതന്മാർ മുസ്ലിമീങ്ങൾക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ട്, ഒരാൾക്കും കുട്ടികൾ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്നതും അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹു പ്രസവിക്കുന്നതും. അതിൻ്റെ തൊട്ട് മുമ്പ് അൻസാറുകൾക്കും ആദ്യമായി ജനിച്ച കുട്ടി നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ചില്ലറ മാസങ്ങൾ വ്യത്യാസമേ രണ്ടാളുള്ളൂ. മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് ആകെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ 114 ഹദീസാണ്. അവരെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അംറ പ്രസവിച്ചപ്പോൾ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുകൊടുത്തു. അങ്ങനെ തൊട്ടുകൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മയായ അംറയോട് പറഞ്ഞു, യഈശു ഹമീദാ വയുക്തലു ഷഹീദാ, വളരെ നല്ല നിലക്ക് സ്തുത്യർഹമായ നിലക്ക് ജീവിക്കും, അവസാനം ഷഹീദായി കൊല്ലപ്പെടും. അവർ ഹിംസിൽ വെച്ച് ഷഹീദായി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ജീവിതകാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പല സ്ഥലങ്ങളിൽ, കൂഫയിൽ, ഹിംസിൽ, അതുപോലെ പല സ്ഥലങ്ങളിലും അവർ അമീറായിട്ടുണ്ട്. നല്ല ഭരണാധികാരിയും നല്ല സ്വാധീനമുള്ളവരും നല്ല ഭാഷാ വൈഭവമുള്ളവരുമായിരുന്നു. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് നുഅ്മാൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നത്? യഖൂലു, മഹാനവർകൾ പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു. അടിയുരണ്ട ഹദീസാണിത്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഏകദേശം 8 വയസ്സ് ചില്ലറ മാസങ്ങളേ ഉള്ളൂ. ആ മഹാനവർകളാണ് പറയുന്നത്, ഞാൻ എൻ്റെ 8ാം വയസ്സിൻ്റെ മുമ്പ്, വഫാത്താകുമ്പോൾ 8 വയസ്സല്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ റസൂലുള്ളാഹിനെ കേട്ടു. പല റാവികളും പറഞ്ഞിട്ടുണ്ട്, നുഅ്മാൻ ബിൻ ബഷീർ നബി തങ്ങളെ കാലത്ത് ചെറിയ കുട്ടിയായത് കൊണ്ട് നബി തങ്ങളെ വക്കൽ നിന്ന് കേട്ടതൊന്നുമില്ല. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളെല്ലാം മറ്റുള്ള സ്വഹാബികളിൽ നിന്ന് കേട്ടതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, അവരുടെ ഹദീസ് 114 ഹദീസ് ഉണ്ട് എന്നാണ്. പ്രധാനപ്പെട്ട 114 ഹദീസ് ചില്ലറല്ല. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? റസൂലുള്ള വഫാത്താകുമ്പം ചെറിയ കുട്ടിയാണ്. നമ്മളോടൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഒരാൾ 8ാം വയസ്സിൽ ഒരാൾ മരിച്ചു പോയാൽ ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മളൊക്കെ പ്രായത്തിൽ തന്നെ നമ്മളോട് ഇടപഴകിയ പലരും നമ്മുടെ 8 വയസ്സിലോ അതിൻ്റെ 9ാം വയസ്സ് 10ാം വയസ്സിലോ മരിച്ച ആളുണ്ടാവും. അവരെ തൊട്ട് ഒന്നും ധരിക്കാൻ കഴിയില്ല, ആളെ കണ്ടോർമ്മ ഉണ്ടാവില്ല. അങ്ങനെയുള്ള നമ്മളെ പോലത്തവിടെ കൊള്ള ചേർത്ത് നോക്കുമ്പോൾ നുഅ്മാൻ ബഷീർ റളിയല്ലാഹു അൻഹു എത്ര മഹാനാണ്. കുറച്ച് ആളുകളൊക്കെ പറഞ്ഞു നുഅ്മാൻ ബഷീർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഇമാം ബുഖാരിയാണ് ഈ വാഴ്ച ചെയ്യുന്നത്. നുഅ്മാൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നത് സമയത്ത് റസൂലുള്ളാഹി തന്നെ അവർ നേരിട്ട് റസൂലുള്ളാഹിനെ ഹദീസ് കേട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ഞാൻ കേട്ടു. യഖൂലു, റസൂലുള്ള പറയുന്നതായിട്ട്. ഈ ഹദീസാണെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഹദീസുകളിൽപ്പെട്ട ഹദീസായിട്ടാണ്. ആകെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകൾ 3ആണെന്നും അഭിപ്രായമുണ്ട്, 4ആണെന്നും അഭിപ്രായമുണ്ട്. 3ആണെങ്കിൽ 3ൽപ്പെട്ട ഒന്ന് ഇതാണ്, 4ആണെങ്കിൽ 4ൽപ്പെട്ട ഒന്ന് ഇതാണ് ഈ ഹദീസ. എന്താ റസൂലുള്ള പറയുന്നതായിട്ട് ഞാൻ കേട്ടു. റസൂലുള്ള പറയുന്നു, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വ ബൈനഹുമാ, അത് രണ്ടിൻ്റെയും ഇടയിലുണ്ട് മുശബ്ബഹാത്തുൻ, ഹറാമിനോടും ഹലാലിനോടും സാമ്യമാക്കപ്പെട്ടത്. അതാ മുശബ്ബഹാത്തുൻ. പല റിവായത്തുകളോടുണ്ട്. നമ്മുടെ ബുഖാരി റിവായത്തുകൾ മുശബ്ബഹാത്തുൻ, ഹലാലാണ് ഒരു നിലക്ക് ചിന്തിച്ചാൽ ഹലാല്, മറ്റൊരു നിലക്ക് ചിന്തിച്ചാൽ ഹറാമ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹാ, ആ കാര്യങ്ങളെ വ്യക്തമായി അറിയില്ല. കസീറും മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അധികം അതിനെ വ്യക്തമായി അറിയില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്.
അത് ചിലർക്ക് ചിന്തിക്കുമ്പം അത് ഹലാലാവാൻ സാധ്യതയുണ്ട്, മറ്റൊരു ചിലർക്ക് ചിന്തിക്കുമ്പം അത് ഹറാമാവാനും സാധ്യതയുണ്ട്. എങ്ങനെ ചിന്തിച്ചാലും അതിനെപ്പറ്റി ഒരു പിടുത്തം കിട്ടൂല, അധികാക്കും. റസൂലുള്ളാഹി പറയുന്നു, ഫമനിത്തക്കൽ മുശബ്ബഹാത്തി, ഈ പറഞ്ഞ മുശബ്ബഹാത്തിനെ ആരെങ്കിലും സൂക്ഷിച്ചോ അതിലേക്ക് അടുത്തിയില്ലെങ്കിൽ, ഇസ്തബ്രാ, അവൻ ഒഴിഞ്ഞു നിന്നവനായി, ലിദീനിഹി, അവൻ്റെ ദീനിന് വേണ്ടിയിട്ടും, വഇർളിഹി, അവൻ്റെ അഭിമാനത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടി മാറി നിന്നവനായി മാറി. ദീന് സംരക്ഷണം അവന് ഉറപ്പാണ്, അവൻ്റെ അഭിമാന സംരക്ഷണവും അവനക്ക് അവിടെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് പല വലിയ വലിയ ആളുകളുടെ അഭിമാനം പോകുന്ന പണിയാണ്. എന്താ? മുശബ്ബഹാത്തുമായി കളിക്കും. അവർക്ക് അതിന് തൗജീഹുകളുണ്ടാകും, അവർക്ക് ന്യായങ്ങളുണ്ടാകും. പക്ഷേ അത് അവരെ സംബന്ധിച്ച് കൈയിടാൻ പറ്റാത്ത കാര്യത്തിൽ കൈയിട്ടതിൻ്റെ പേരിൽ അവരുടെ ദീനിനെ പറ്റി വിമർശിക്കപ്പെടും, അവർ വ്യക്തിപരമായി വല്ലാതെ വിമർശിക്കപ്പെടും. അവരുടെ എടുത്ത് പോയി വിശദീകരണം ചോദിച്ചവർക്ക് തെളിവുണ്ടാവും. അത് ഈ നിലക്ക് ചെയ്തതാണ്, ആ നിലക്ക് ചെയ്തതാണ്, അങ്ങനെ ചെയ്താണ്, ഇങ്ങനെ ചെയ്താണ് ന്യായങ്ങളുണ്ടാവും. വമൻ വഖഅ ഫി ശുബുഹാത്തി, ആരെങ്കിലും ശുബുഹാത്തിൽ വീണുപോയാൽ, കറാഗിൻ, ഒരു ഇടയനെ പോലെയാണ്, അവൻ മേയ്ക്കും, ഹൗലൽ ഹിമ, കാവൽ സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗത്തും. ഹിമ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത്, പ്രവേശനമില്ലാത്ത സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗവും മേയ്ക്കുന്നവൻ്റെ മാതിരിയാണ്. യൂസിക്കു, അവൻ അടുത്താകും, മഞ്ഞുവാക്കിയഹു, ആ പ്രവേശനമില്ലാത്ത സ്ഥലത്തിലേക്ക് കടന്നു പോവാൻ സാധ്യതയുള്ളവനായി മാറും എന്നതുപോലെയാണ്. അലാ വഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ, അറിയുക, തീർച്ചയായും ഓരോരോ രാജാവിനിക്കും ഓരോരോ പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളുണ്ടാകും. അവർക്ക് പ്രത്യേകം കാക്കപ്പെട്ട സ്ഥലങ്ങളുണ്ടാകും, മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമുണ്ടാകും. അലാ, അറിയുക, ഇന്ന ഹിമല്ലാഹി ഫീ അർളിഹി, ഭൂമിയിൽ അല്ലാഹുവിൻ്റെ ഹിമ, മഹാരിമുഹു, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. അലാ, അറിയുക, വഇന്ന ഫിൽ ജസദ്, തീർച്ചയായും ശരീരത്തിലുണ്ട്, മുളുകത്തൻ, ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത്ത്, ആ മാംസകഷ്ണം നന്നായാൽ, സ്വലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നാവും. വഇദാ ഫസദത്ത്, ആ മാംസകഷ്ണം കേടുവന്നാൽ, ഫസദൽ ജസദു കുല്ലുഹു, പ്രയോഗിച്ച് ഫസദ എന്ന കെട്ടാൽ, വൈദാ ഫസദത്ത്, ആ മാംസകഷ്ണം കെട്ടാല്, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും കേടുവന്നു പോകും. അലാ, അറിയുക, വഹിയൽ ഖൽബ്, ആ മാംസക്കട്ട ഹൃദയമാകുന്നു. വളരെ ചിന്തിക്കേണ്ടതും ധാരാളം വ്യാഖ്യാനങ്ങളുമുള്ള ഹദീസാണിത്.